ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഇത് കണ്ടില്ലേ, അതായത് പണമില്ലാത്തവൻ പിണം അല്ലേ, പണമുള്ളവൻ പണക്കാരനും പണമില്ലാത്തവൻ വെറും പിണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശവം. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒട്ടും സമ്പത്ത് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളെന്താണ് ശരിക്കും ശവത്തിന് തുല്യമാകും. കാരണം നമുക്കൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ കയ്യിൽ സമ്പത്ത് വരണം, നമുക്ക് സമ്പത്ത് വേണം. സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. വണ്ടിയിൽ പെട്രോൾ അടിക്കണം. പെട്രോൾ ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്രോൾ അടിക്കാനുള്ള സമ്പത്ത് പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വിചാരിച്ചോടത്തേക്ക് നമുക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് മനസ്സ് എന്താ പറയുക വല്ലാതെയാക്കി അങ്ങനെയായിട്ട് നമ്മൾ പോകും ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കേട്ടോ ഞാൻ പറയണത്. പണമില്ലാത്തവൻ പിണം എന്ന് പറയുമ്പോൾ പിണത്തിൻ്റെ അർത്ഥം ശവം എന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പണമില്ലാതാകുമ്പോൾ ഒരാൾ പിണം എന്ന് പറഞ്ഞാൽ ശവമായി തീരുന്നത് എന്ന് പറയുമ്പോൾ ശവമാകല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയിൽ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ സമ്പത്ത് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം തന്നെയാണ്. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, പൈസ ഉണ്ടെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അത് വെറുതെയാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി ഇരിക്കുന്നിടത്ത് ഐശ്വര്യവും സന്തോഷവും എല്ലാതും ഉണ്ടാവും. പിന്നെ ഒരുപാട് സമ്പത്തുള്ള വീട്ടിലെ ഒരു ഫാമിലിയിലെ ഒരു ഭർത്താവ് കള്ള് കുടിച്ച് വന്ന് അലമ്പുണ്ടാക്കുകയാണെങ്കിൽ അവിടെ സമാധാനം നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ സമ്പത്തില്ലാതെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തവർ വരെയുണ്ട് ഇല്ലേ. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. കാരണം നമുക്ക് ഓരോ സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഞാൻ മുമ്പും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ നോക്കുക. ഒരിക്കലും നമ്മൾ പിണം ആവാതിരിക്കുക എന്ന് പറഞ്ഞത് അതുപോലെ ആ ഒരു സ്റ്റേജിലേക്ക് ആവാതിരിക്കുക. അപ്പം അതിന് നമ്മൾ എന്ത് വേണം, നമ്മുടെ കർമ്മരംഗം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താവും, നമ്മളും പണക്കാരനാവും. അപ്പം ഞാൻ പറയട്ടെ, പണക്കാരൻ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഉള്ളവനല്ല പണക്കാരൻ. വലിയ വലിയ കുഴപ്പങ്ങളും ബാധ്യതകളും ഒന്നുമില്ലാതെ അത്യാവശ്യം ജീവിച്ചു പോകുന്നവനും പണക്കാരനാണ്. പിന്നെ 2 നേരം ഭക്ഷണം കഴിക്കാനുണ്ടായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കുടിലിൽ ജീവിക്കുന്നവനും പണക്കാരനാണ്. പക്ഷെ ആരും കുടിലിൽ ജീവിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കുടിലൊക്കെ മാറ്റി നല്ല നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ പണിയണം. അത് പറയുമ്പോൾ പറയും ദീപയ്ക്ക് പൈസ കിട്ടാനില്ല, ദീപ സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ടല്ലോ. ഒരു ഭാഗത്ത് കൂടെ ചിന്തിച്ചാൽ അതുമാണ് കാരണം. മറ്റൊരാൾ ഒരു കാര്യം ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ ഒരു വീടിനെ പറ്റി ഒരാൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അപ്പം തുടങ്ങുകയാണ് വേറൊരാളുടെ വീട്ടിൽ അരി മേടിക്കാനുള്ള സാധ്യതകൾ തെളിയും. അപ്പം തന്നെ തെളിഞ്ഞു തുടങ്ങി. അത് ചെറിയൊരു കാര്യമല്ല. ഒരാളൊരു വീട് പണിയാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരങ്ങൾ ഉണ്ടാവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഓരോ പുണ്യപ്രവർത്തികളും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. കാരണം ഒരുപാട് നല്ല വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാനുണ്ട്. പിന്നെ എല്ലാവരുടെ കർമ്മരംഗവും നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്തട്ടെ, ഉന്നതിയിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും നല്ല എന്താ പറയുക സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. ഞാൻ സന്തോഷം സമാധാനം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ സമാധാനം ഉണ്ടാവണം, എനിക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു വഴി മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ പറയാതെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കാണാറില്ലേ. അപ്പം ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. കത്തി നിൽക്കണ സമയത്ത് പോലും ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു സമാധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 3-4 മാസം മുമ്പ് ഞാൻ മരിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ അങ്ങനെ എന്നെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. മരിക്കാൻ വെച്ചാൽ ആത്മഹത്യയല്ല കേട്ടോ, ആത്മഹത്യയൊന്നുമല്ല, ഞാൻ മരിക്കുക എന്ന് എനിക്ക് ഉറപ്പായി. ആ ഒരു ഘട്ടത്തിൽ പോലും
ഞാൻ മെഡിറ്റേഷൻ ചെയ്തും എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തും കൊണ്ടുവന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് പറ്റും. എല്ലാവരുടെ ഉള്ളിലുള്ള അംശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആരും മനസ്സ് പതറരുത്, ഒന്നും വേറെ ചിന്തകളൊന്നും വരരുത്. എല്ലാവരും എന്ത് വേണം, എല്ലാവരും പണക്കാരായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ധനം ഇങ്ങനെ വരട്ടെ. താങ്ക് യു.